ഹലോ, ഇന്ന് നമ്മളൊരു തവ ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഈസി റെസിപ്പിയാണ്. ഇതിനാവശ്യമായിട്ട് 6 മുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിനെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ലൈൻ ഇട്ട് കൊടുക്കാം. മസാല നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡും ഒന്ന് കീറി കൊടുക്കാം. നമ്മളതിനെ മാഞ്ചി എന്ന് പറയുന്നുണ്ട്. ആവോലി ഫിഷ് തവ ഫ്രൈ ആണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയ ഒരു ഫിഷ് ഫ്രൈയും കൂടിയാണ്. മസാല നമുക്ക് എല്ലാ സൈഡും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഭയങ്കര ടേസ്റ്റ് ആയൊരു മീനും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മസാല തേച്ചിട്ട് നമുക്ക് 1 മണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ 2 സൈഡ് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുള്ളിൽ നമുക്ക് മസാല റെഡിയാക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഇടുക. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ 2 സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ല വെന്ത് വരുമ്പോൾ 2 ടൊമാറ്റോ അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല അതൊന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു തവ മസാല ഫ്രൈ ആണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറി ലീവ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മീൻ ഏകദേശം വെന്ത് കിട്ടുക. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് വേവണം. നല്ല വലിയ മീനല്ലേ, അപ്പോൾ വെന്ത് കിട്ടണം നമുക്ക് മെയിനായിട്ട്. അപ്പോൾ മീൻ ഏകദേശം ഇനിയൊരു ഇല എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ മീനൊന്ന് ഇട്ട് കൊടുക്കുക. മീനിൻ്റെ മുകളിലെല്ലാം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് ആ മസാല ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി മസാല തേക്കാനുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് മസാലയൊക്കെ തേച്ചിട്ട് ഇനി ഇലേനെ നല്ല രീതിയിലൊന്ന് കെട്ടി വെക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒരു പാൻ എടുത്തിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇട്ടിട്ട് നല്ല ചൂടായി വരുമ്പോൾ ഈ മീനൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മസാലയിലൊന്ന് നല്ലൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ തവ മസാല ഫ്രൈ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാഞ്ചി മസാല ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പോൾ താങ്ക് യു.